So hi all, good morning. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത് ഇന്റർനാഷണൽ ഇക്കണോമിക്സിന്റെ ട്രേഡ് തിയറീസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇപ്പൊ ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് 3 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാനുള്ളത്. സോ അതിലെ ഫസ്റ്റ് ഭാഗമാണ് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ തിയറിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്നാമത്തത് മെർക്കന്റലിസം, രണ്ടാമത്തത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാം അറിയാവുന്ന ആഡം സ്മിത്ത് ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അടുത്തത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, അത് പുട്ട് ഫോർവേഡ് ചെയ്തത് ഡേവിഡ് റിക്കാർഡോ ആണ്. സോ ഈ 3 വളരെ ഫേമസ് ആയിട്ടുള്ള നോട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത്. സോ മെർക്കന്റലിസം എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറിയിലെ ഇനീഷ്യേഷൻ ആണ്. അടുത്തത് absolute cost advantage and then comes the comparative cost advantage. So ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും കൂടിയാണ് ശരിക്ക് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നതിന് ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്തത്. ക്ലാസിക്കൽ തിയറിക്ക് ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്തത് ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോവും കൂടിയാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഏതൊരു പെർട്ടിക്കുലർ രാജ്യവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്പെഷ്യലൈസേഷൻ ഓഫ് റിസോഴ്സസിനാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പല എമൗണ്ട് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നതും അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഈ റിസോഴ്സസിനെ എല്ലാം തന്നെ പൂർണ്ണ രൂപത്തിൽ എംപ്ലോയ് ചെയ്യുക, മാക്സിമം പൊട്ടൻഷ്യാലിറ്റിയോട് കൂടി എംപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ സ്പെഷ്യലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ്. ഇനി നമ്മൾ ബേസിക്കലി പറയുന്ന സമയത്ത് നമ്മുടെ ട്രേഡ് തിയറീസിനെല്ലാം പെർട്ടിക്കുലർ ആയി കുറെ അസംഷൻസ് ഉണ്ട്. അതായത് ഓരോ രാജ്യങ്ങളുടെയും കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും അല്ലെ നമ്മളുടെ ഇന്റർനാഷണൽ ട്രേഡ് പാറ്റേൺസിൽ. സോ ഇവിടെയും അസംഷൻസിന്റെ ബേസിസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിഫറൻസസ് ഉണ്ട്. സോ ദ വെരി ഫസ്റ്റ് വൺ ഇസ് 2 countries ആണ്, 2 രാജ്യങ്ങളാണ് ബേസിക്കലി ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുക. നമുക്കറിയാലോ ബേസിക്കലി ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ 2 രാജ്യങ്ങളായിരിക്കുമല്ലോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോസ്റ്റുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം 2 രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട് എവിടെ വരുന്നത്, ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡ് പാറ്റേൺസിൽ അറ്റയർ ചെയ്തിട്ട് വരുന്നത്. സോ there are basically 2 countries which are normally trading in the international trade. 2 ഗുഡ്സ് ആണ് ഉള്ളത്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന 2 രാജ്യം ഉണ്ടെങ്കിൽ എ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഗുഡ്സിലല്ല ബി കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ there are differences. അടുത്തത് സൈസ് ഓഫ് എ is equal to സൈസ് ഓഫ് ബി. അതായത് എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഗവേണിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ എ ബി പറയുന്ന 2 രാജ്യം ഉണ്ടെങ്കിൽ ട്രേഡിംഗ് പാറ്റേണിൽ എയിലുള്ളത് എന്താണോ അല്ലെങ്കിൽ എയുടെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റിക്ക് അനുസരിച്ച് തന്നെയുള്ള രാജ്യമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രേഡ് ചെയ്യാനുള്ളത്. അടുത്തത് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് വിത്തിൻ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ട്രേഡ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ മിങ്കിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൊവൈഡ് ചെയ്യാനായി പറ്റണം. സപ്പോസ് നമുക്ക് അതിന് ഓപ്ഷൻ പ്രൊവൈഡഡ് അല്ലെങ്കിൽ അതും ഒരുപാട് തരത്തിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് ഫോർ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളുടെ ഒരു എക്കോണമിക് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ പല തരത്തിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് മാർക്കറ്റ് ഓപ്പൺ ആണ്. മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കമോഡിറ്റീസ് എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് പർച്ചേസ് ചെയ്യാൻ ആൾക്കാരും അവൈലബിൾ ആണ്. സോ വാട്ട് ഇൻകേഴ്സ് മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് തന്നെയാണ്. ഈ റിസോഴ്സസിനെ നമുക്കറിയാം ഓൾറെഡി തന്നെ റിസോഴ്സസ് വളരെയധികം സ്കേഴ്സ് ആണ്. സോ ഈ റിസോഴ്സസിനെ എല്ലാം തന്നെ മാക്സിമം പൊട്ടൻഷ്യാലിറ്റിയോട് കൂടി ഉപയോഗിക്കുക അല്ലെങ്കിൽ മാക്സിമം എംപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. അടുത്തത് വരുന്നത് മെർക്കന്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. സോ ഈ മെർക്കന്റലിസം എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിൽ അവർ കൂടുതലായിട്ടും പറഞ്ഞത്, അതായത് മെർക്കന്റലിസം കോൺസെപ്റ്റ്
സ്മിത്ത് തന്നെയാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. വെൽത്ത് ഓഫ് എ നേഷൻ എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മെർക്കന്റലിസ്റ്റുകള് ആക്ച്വലി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോൾഡ് ആണെന്നാണ് മെർക്കന്റലിസ്റ്റുകൾ പറയുന്നത്. അവര് പറയുന്നത് നമ്മൾ എപ്പോഴും എക്സ്പോർട്ടിനെ ഓഗ്മെന്റ് ചെയ്യുകയും ഇമ്പോർട്ടിനെ കുറയ്ക്കുകയും വേണമെന്നാണ് പറയുന്നത്. അപ്പം ഈ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഒരു രാജ്യം റിച്ച് ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവർ കൂടുതലായും ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുക, അങ്ങനെ റിസോഴ്സ്ഫുൾ ആവുക, അങ്ങനെ വെൽത്തിയർ ആവുക എന്നുള്ളതാണ് മെർക്കന്റലിസ്റ്റ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. അപ്പൊ ഒരു കൺട്രിയുടെ വെൽത്ത് കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാലൻസ് ഓഫ് എക്സ്പോർട്ട് മൈനസ് ബാലൻസ് ഓഫ് ഇമ്പോർട്ട് ആണ്. നമ്മുടെ രാജ്യത്ത് എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടുതലായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതും എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടിനേക്കാളും കൂടുതലായിരിക്കും. കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇൻകം ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. തന്മൂലം മെർക്കന്റലിസ്റ്റുകൾ പറയുന്നത് ഗോൾഡൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഗോൾഡൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്മൂലം എന്ത് സംഭവിക്കും? ഒരുപാട് ഗോൾഡ് നമ്മളുടെ എക്കോണമിയിലേക്ക് ഫ്ലോ ചെയ്ത് വരികയും ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്തത് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അത് കൊണ്ടുവന്നത് സ്മിത്ത് ആണ്. 1776 അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇവിടെ ബേസിക്കലി പറയുന്നത് സ്പെഷ്യലൈസേഷനെ കുറിച്ചാണ്. ആര് പറയുന്നത്? സ്മിത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഇതൊക്കെ ചോദിക്കും തിയറി എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന് എല്ലാ കമോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്ത് സൈമൾട്ടേനിയസ്ലി ഒരു ബെനിഫിഷ്യൽ ആവുക അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ എന്ത് വേണമെന്നാണ് പറയുന്നത്? ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. അതായത് കൃത്യമായിട്ട് ആർക്കും ഒരു തരത്തിലുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം? ഡിവിഷൻ ഓഫ് ലേബർ. കൃത്യമായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ഓരോരുത്തരും ആക്ടിവിറ്റി പോസ്റ്റുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. സോ ദെൻ എന്തില്ല, അവിടെ ഒരു പ്രോബ്ലമാറ്റിക് സ്കെനാരിയോ വരാനുള്ള ചാൻസസ് ഇല്ല. ഈച്ച് കൺട്രി എന്താണ് ചെയ്യേണ്ടത്? അവർക്കിപ്പോ എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റിലാണ് അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ എയിം എന്ന് പറയുന്നത് എന്താ? ചീപ്പായിട്ട് കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അപ്പൊ അതേ കൺസിഡറേഷൻസ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ ബേസിക്കലി വളരെ ചീപ്പായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമോഡിറ്റി ഇതിലേതാണ്? എ ആണോ ബി ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ കമോഡിറ്റി മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇതാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ വെന്റ് ഫോർ സർപ്ലസ് തിയറി. വെന്റ് ഫോർ സർപ്ലസ് തിയറി പറയുന്നത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിന്റെ കേസിലാണ് വരുന്നത്. ഇവര് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യം ഓവർ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അത് ട്രേഡിന് ഉപയോഗിക്കാം എന്നാ പറയുന്നത്. ഏതൊരു രാജ്യമാണോ കൂടുതലായി കമോഡിറ്റീസ് മാനുഫാക്ചർ ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ സോർട്ട് ഓഫ് കമോഡിറ്റി ഉപയോഗിച്ചിട്ട് they can just go for normal consumption. നമ്മുടെ ഇവിടെയുള്ള കൺസംഷൻ പാറ്റേൺസിലേക്കും അവർക്ക് ഉപയോഗിക്കാനായി പറ്റും. അതുപോലെ തന്നെ അവർക്ക് എന്തിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും? ഫ്യൂച്ചർ ട്രേഡിലേക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇവർക്ക് ബേസിക്കലി എന്ത് ചെയ്യാനായിട്ടും സാധിക്കും? ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ടും അവർക്ക് എന്ത് ചെയ്യാം? കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാ രീതിയിലും ഇത് എന്തിനാണ് സഹായിക്കുന്നത്? മൊബിലൈസേഷന് തന്നെയാണ് സഹായിക്കുന്നത്. ഓവറോൾ ആയിട്ട് എന്തും ടേക്ക് പ്ലേസ് ചെയ്യുന്നു? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കമോഡിറ്റി ഉണ്ടാവില്ല. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർപ്ലസ് ആയി ജനറേറ്റ് ചെയ്യുന്ന റിസോഴ്സസ് എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത തിയറിയാണ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. കമ്പാരറ്റീവ്, ഇതിന്റെയൊക്കെ ആരാണ് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ.
കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇവിടെ വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് വുഡ് ബി ബെനിഫിഷ്യൽ ഫോർ ടു കൺട്രി if one country has absolute advantage in all products and the other country has no absolute advantage in any of the products. അതായത് എ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എ എന്ന് പറയുന്ന രാജ്യവും ബി എന്ന് പറയുന്ന രാജ്യവും എക്സ് എന്ന് പറയുന്ന കമോഡിറ്റിയും വൈ എന്ന് പറയുന്ന കമോഡിറ്റിയുമാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രിക്ക് രണ്ട് കമോഡിറ്റിയും വളരെ ചീപ്പായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കാം. അബ്സല്യൂട്ട് കോസ്റ്റ് ആണെങ്കിൽ എന്താ, രണ്ട് കമോഡിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമോഡിറ്റിന്റെ മേലെ മാത്രമാണ് സുപ്പീരിയോറിറ്റി ഉള്ളതെങ്കിൽ there comes absolute cost advantage. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബേസിക്കലി എങ്ങനെയാ വരുന്നേ, സപ്പോസ് രണ്ട് കമോഡിറ്റീസ് ആണ് ഉള്ളതെങ്കിൽ ആ രണ്ട് കമോഡിറ്റീസിന്റെ മുകളിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിംഗ് പാറ്റേണിലേക്ക് പോകുമ്പോൾ രണ്ട് കമോഡിറ്റീസ് ആണ് ഉള്ളതെങ്കിൽ ആ രണ്ട് കമോഡിറ്റീസിന്റെ മേലെയും അവർക്ക് എന്താ കിട്ടുന്നത്, they get a comparative cost advantage. മറ്റുള്ള രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ they get a comparative cost advantage. ഇവിടെ സ്പെഷ്യലൈസേഷന് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം എക്സിലും വൈയിലും നമുക്ക് ഓക്കെ ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന രാജ്യത്തിന് തീരുമാനിക്കാം ഏതിലാ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയേ ഉള്ളൂ, വൈ പ്രൊഡ്യൂസ് ചെയ്യാനും 10 രൂപയേ ഉള്ളൂ വെച്ചാ ഇവർക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ 9 രൂപയേ ഉള്ളൂ. ബി എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 12 രൂപയും വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയുമാണ്. അപ്പൊ എക്ക് ലാഭമാണ്, കാരണം എക്ക് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വെറും 10 രൂപയേ ഉള്ളൂ വെൻ കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ബി. എക്ക് വൈ പ്രൊഡ്യൂസ് ചെയ്യാൻ 9 രൂപയേ ഉള്ളൂ വെൻ കമ്പയർഡ് വിത്ത് വൈ. അപ്പൊ ഈ രണ്ട് കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. ആരെ സംബന്ധിച്ച്, ഇവരെ സംബന്ധിച്ച്. പക്ഷേ എപ്പോഴും ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ എല്ലാ കമോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഏതെങ്കിലും കുറച്ച് കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഏതൊരു രാജ്യത്തിനും ഉചിതം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇത് 10 രൂപയ്ക്കും ഇത് 9 രൂപയ്ക്കും. അപ്പൊ ഈ എ എന്ന് പറഞ്ഞ രാജ്യം 9 രൂപയ്ക്കുള്ള ഈ കമോഡിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ 10ഉമായിട്ട് അവർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ അവര് തന്നെ അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് 10 രൂപയേ ഉള്ളൂ, ഞങ്ങൾക്ക് 10 രൂപയേ ഉള്ളൂ, ഞങ്ങൾക്ക് 9 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ റേറ്റ് ഇനി ഇതിൽ രണ്ടിൽ ഏത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്ന പോലെ, എല്ലാ തിയറീസിലും അസ്യൂം ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ലാർജ് ലെവൽസ് ഓഫ് അസംഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് കണ്ടീഷൻ ആണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇതിൽ വലിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസോ അല്ലെ വലിയ രീതിയിലുള്ള ഫാക്ടേഴ്സിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആയി വരുന്ന കണ്ടീഷൻ സ്റ്റാറ്റിക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. സപ്ലൈ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതായത് വേരിയേഷൻസ് ഒന്നുമില്ല. നമ്മൾ എപ്പോഴും സപ്ലൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് അതൊരു റൂത്ത്ലെസ് ആയിട്ടുള്ള അസംഷൻ ആണ്. കാരണം ഒരിക്കലും സപ്ലൈ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആവാനുള്ള കണ്ടീഷൻ ഇല്ല. പക്ഷെ ഇവരിവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് സപ്ലൈ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണെന്ന് പറയുന്നു. മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലേബർ ആണ്. നമുക്കറിയാം ബേസിക്കലി 2 ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഇവര് പ്ലഗ് ഇൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ലേബർ തന്നെയാണ് വരുന്നത്. ബാർട്ടർ സിസ്റ്റത്തിനാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ട്രേഡ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ട്രേഡ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ലിയോൺ ടീഫും അതേപോലെ തന്നെ ലേണറുമാണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇതില് ജെഇ മീഡ് ആണ് ട്രേഡ് ഇൻഡിഫറൻസ് കർവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേരാണ് ജിയോമെട്രി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇത് ഡെവലപ്ഡ് എക്കോണമീസിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയ ബുക്കാണ്.
ട്രേഡ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് സച്ച് ട്രേഡ് പൊസിഷൻ, വെരി ഇമ്പോർട്ടന്റ് ആണ്, which are equally preferred for a country and therefore it is indifferent about them. It shows those export and import combinations. അതായത് ഒരു പെർട്ടിക്കുലർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഇസ് ദ എക്സ്പോർട്ട് ആക്ടിവിറ്റി, വാട്ട് ഇസ് ദ ഇമ്പോർട്ട് ആക്ടിവിറ്റി. കാരണം നമ്മൾ എക്സ്പോർട്ട് കൂടിപ്പോയാൽ അത് പ്രശ്നമാണ്, നമ്മൾ ഇമ്പോർട്ട് കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പൊ ബേസിക് ആയിട്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആയാലും ഇമ്പോർട്ടിംഗ് ആയാലും അതെപ്പോഴും എന്തായിരിക്കണം, ഒരു മിനിമത്തിലായിരിക്കണം നിൽക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി നമ്മൾ ഇമ്പോർട്ട് ചെയ്താലും ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി നമ്മൾ എക്സ്പോർട്ട് ചെയ്താലും എന്ത് സംഭവിക്കും, അത് ഒരുപാട് പ്രോബ്ലമാറ്റിക് സ്കെനാരിയോയിലേക്ക് yield ചെയ്യും. സോ ഇവിടെ നമുക്കൊരു കോമ്പിനേഷണൽ പാറ്റേൺ ആണ് ആവശ്യം. ഈ കോമ്പിനേഷണൽ പാറ്റേണിലേക്ക് പോകുന്ന സമയത്ത് ഇന്റർനാഷണൽ ട്രേഡിൽ നമുക്ക് ഇൻഡിഫറന്റ് ആയി മാറാൻ, അതായത് നമുക്ക് നല്ല ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ കിട്ടാനും ട്രേഡിംഗ് ആക്ടിവിറ്റീസ് മൊബിലൈസ് ചെയ്യാനും തന്മൂലം നമ്മളെ സഹായിക്കുന്നു. ഇതിന്റെ അസംഷൻസ് എന്ന് പറയുമ്പോൾ 1, 2 രാജ്യങ്ങൾ, അതെപ്പോഴും ഈ അസംഷൻസ് ആണ് ചോദിക്കാറുള്ളത്. 2 രാജ്യങ്ങളുണ്ട്, എ ആൻഡ് ബി എന്ന് പറയുന്ന 2 രാജ്യങ്ങളുണ്ട്. 2 കമോഡിറ്റീസ് വരുന്നുണ്ട്, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത്. അടുത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് നിന്ന് ഇപ്പൊ സപ്പോസ് കൺസ്യൂമേഴ്സ് ഒരുപാട് കമോഡിറ്റീസ് വാങ്ങുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കമോഡിറ്റീസ് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ഒരു ചേഞ്ചസും അവിടെ വരുന്നില്ലെന്ന്. അത് ആക്ച്വലി ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്, എന്നിരുന്നാലും they have certain regulations. അടുത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റിൽ ഇൻസ്റ്റബിലിറ്റീസ് ഒന്നുമില്ല, ഓൾവേസ് ദർ എക്സിസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ. അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ മാർക്കറ്റ്സിൽ ഡിമാൻഡ് ആസ് വെൽ ആസ് സപ്ലൈ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഡിമാൻഡ് ആസ് വെൽ ആസ് സപ്ലൈ ഫാക്ടേഴ്സിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുക, പ്രൈസിൽ വേരിയേഷൻസ് ഒക്കെ ചെയ്യുക. അടുത്ത എന്താ വെച്ചാൽ നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതും ഒരു ഇംപെർഫെക്ഷൻ തന്നെയാണ്. കാരണം ഇപ്പൊ തിരുവനന്തപുരത്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു കമോഡിറ്റി നമുക്ക് കോഴിക്കോട് എത്തിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തായാലും അവിടെ ഇൻകർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ജനറലി പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നില്ല എന്നാണ്, അതും റൂത്ത്ലെസ് ആണ്. അപ്പൊ ഇവിടെ ബേസിക്കലി ട്രേഡ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് കോമ്പിനേഷൻ, ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് കോമ്പിനേഷൻസ് വെച്ചിട്ട് എങ്ങനെ ഏത് പോയിന്റിലാണ്, ഇപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് കർവ് പറയാറുണ്ട് അല്ലെ, ആ ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെ ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഏത് പോയിന്റിൽ ട്രേഡ് ചെയ്താൽ നമ്മളുടെ എക്കോണമിക്ക് കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫാക്ഷൻ പ്രോസസ് ചെയ്യാൻ പറ്റും, മുതലായ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ദ നിയോ ക്ലാസിക്കൽ തിയറി. ഇപ്പൊ നിയോ ക്ലാസിക്കൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നോക്കിയാൽ മതി. ആക്ച്വലി ഈ തിയറീസ് പറയുമ്പോൾ ഒരുപാട് കാര്യം വലിച്ചിട്ടുണ്ട്, നമുക്ക് കീ പോയിന്റ്സ് ആണ് ചോദിക്കുക, അതുകൊണ്ട് കീ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ന്യൂ ക്ലാസിക്കൽ തിയറി എന്ന് പറയുമ്പം നമുക്ക് രണ്ടായിട്ട് അതിനെ തിരിക്കാം. ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഉണ്ട്, അതേപോലെ തന്നെ റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറി ഉണ്ട്. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഗോഡ്ഫ്രെഡ് ഹാബർലർ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഇത് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിനെ ബേസിക്കലി ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ ചോദിക്കും കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിനെ ബേസ് ചെയ്ത തിയറി ഏതാണ്? അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഇവരുടേതാണ്, അതാണ് ലേബർ തിയറി ഓഫ് വാല്യൂ. ഇവിടെ പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമുക്ക് പല രാജ്യങ്ങൾക്കും അറിയാത്തൊരു കണ്ടീഷനാണ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ആണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്,
എന്നുള്ളതിനെ പറ്റി ഒരു പൂർണ്ണ രൂപം പലപ്പോഴും നമുക്ക് അറിയില്ല. സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒരുപാട് റൂത്ത്ലെസ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം ക്രിയേറ്റ് ചെയ്യും. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ഒക്കെ ഇവിടെ നിന്ന് പുറത്തോട്ടേക്ക് ഫ്ലോ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എപ്പോഴും മീഡിയേറ്റഡ് ആയിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആക്ടിവിറ്റീസിനെ ഒരു മിഡിൽ ലെവൽ അല്ലെങ്കിൽ ഒരു മീഡിയേറ്റഡ് ലെവലില് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കണം. സോ ബേസിക്കലി നമുക്ക് ഒരു യൂണിറ്റ് ഓഫ് അഡീഷണൽ കമ്മോഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ ബി ഇവിടെ ഞാൻ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എ ബി പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ബി എന്ന് പറയുന്ന കമ്മോഡിറ്റി ഞാൻ എന്ത് ചെയ്യാ, വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ദർ ഇസ് എ കോസ്റ്റ് വിച്ച് ഇസ് ഇൻകേർഡ് അല്ലെ. ബിയിൽ നിന്നുള്ള ലാഭം ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് എയിലേക്ക് പോകുന്നത്. സോ ദർ ഇസ് എ പർട്ടിക്കുലർ ലെവൽ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വിച്ച് ഇസ് നോർമലി അറ്റാരിങ് വിത്ത് us. ആൻഡ് ഇതിനെയാണ് ബേസിക്കലി എന്തായിട്ട് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളതായിട്ട് ബേസിക് ആയിട്ട് പറയുന്നത്. സോ ഇതിന് ഒരുപാട് തരത്തിൽ അസംഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അതായത് നമുക്ക് നമ്മളുടെ എക്കോണമിയിൽ ഐഡിൽ ആയിട്ട് ഒരു റിസോഴ്സസും കിടക്കുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം തന്നെ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഇസ് ഫുൾ എംപ്ലോയ്മെന്റ്. അടുത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് സപ്ലൈ ഓഫ് ഫാക്ടർ കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മൾ എത്ര കമോഡിറ്റീസ് ആണോ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കോൺസ്റ്റന്റ് ആണ്. പല ആൾക്കാരും പല കമോഡിറ്റീസും പ്രിഫർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോ എ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നൊരു പെർട്ടിക്കുലർ കമോഡിറ്റി എപ്പോഴും ആൾക്കാർ വാങ്ങിക്കൊണ്ടേ ഇരിക്കുക, യാതൊരു വ്യത്യാസവും ഇല്ല. എപ്പോഴും ആൾക്കാർ എ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് സൈമൾട്ടേനിയസ് ആയി സെയിം എമൗണ്ട് ഓഫ് കമോഡിറ്റി വാങ്ങിക്കൊണ്ടിരിക്കുക, ബിക്കോസ് ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. രണ്ട് കൺട്രീസ് ആണ് ബേസിക്കലി ഇവിടെ ഉള്ളത്. അതേപോലെ രണ്ട് രാജ്യങ്ങള്, രണ്ട് കമോഡിറ്റീസ്, രണ്ട് പ്രൊഡക്ഷൻ ടെക്നിക്സ്. അതാണ് 2x2x2 എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി 2x2x2 തിയറിയാണ്. അതായത് ആദ്യത്തെ 2 റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് കൺട്രി, രണ്ടാമത്തെ 2 റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് പ്രൊഡക്ട്സ്, പിന്നെയുള്ള 2 റെപ്രസെന്റ് ചെയ്യുന്നത് ടെക്നോളജിനെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഫാക്ടർ ഉപയോഗിച്ച് വി ആർ ഗോയിങ് ഫോർ ദ പ്രൊഡക്ഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന രണ്ട് ഫാക്ടേഴ്സ് ലേബറും ക്യാപിറ്റലും ആണ്. ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് പെർഫെക്റ്റ് മൊബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് വേരിയസ് എമൗണ്ട് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വേരിയസ് എമൗണ്ട് ഓഫ് ഫാക്ടേഴ്സ് തമ്മിൽ ഒരു മൂവിങ്, അതായത് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഈസി ആയിട്ട് പ്രോസസ്സിംഗ് ആക്ടിവിറ്റി ആണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ബേസിക്കലി പറയുന്നത് ഇവിടെ PPCയുടെ ഷേപ്പുകൾ ഉണ്ട്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനെ നിങ്ങൾ മൈക്രോയിൽ പഠിച്ചിട്ടുള്ളതാണ് PPC. സോ PPCന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ 3 തരത്തിലാണ് ബേസിക്കലി എന്ത് വരുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയുടെ കീഴിൽ കർവുകൾ വരുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും ബേസിക്കലി വരുന്നത്. ഇവിടെ X എന്ന് പറയുന്നത് Y എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കർവ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. കണ്ട പോലെ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ എങ്ങനെയാണ്, XY. അപ്പൊ ഇവിടെ ഇൻക്രീസിംഗ് ആകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊസിഷൻ ആയിരിക്കും ബേസിക്കലി നമുക്ക് പറയുന്നത്. ഇറ്റ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണോ പ്ലഗ് ഇൻ ചെയ്യാറ് അതേ പോസ്റ്റുലേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹിൻഡിൽബർഗർ ആണ്. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. ഈ കോൺസെപ്റ്റില് ഇങ്ങനെയായിരിക്കും നമ്മുടെ എന്തിന്റെ ഷേപ്പ് വരുന്നത്, നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയില് ഈ ഒരു ട്രേഡ് തിയറിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ ഓരോ രാജ്യങ്ങളും ബേസിക്കലി എന്ത് ചെയ്യണം, അവരുടെ ട്രേഡ് പാറ്റേൺസ് ആയാലും ട്രേഡിംഗ് ആക്ടിവിറ്റീസിനായാലും അവരെന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ട്രേഡിംഗ് റിലേഷൻസ് എന്ന് പറയുന്നത്. സോ ഹൗ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇസ് ദ ട്രേഡിംഗ് പാറ്റേൺ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ആ ട്രേഡിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ട്രേഡിംഗ് പാറ്റേൺസിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, എത്രത്തോളമാണ് നമുക്ക് ഗവേണിംഗ് ഫാക്ടർ വേണ്ടത്,
അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് റിലേഷൻസ് അണ്ടർടേക്ക് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച്. നെക്സ്റ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഡിമാൻഡ്. സോ റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് ഫോർവേഡ് ചെയ്തത് JS Mill ആണ്. ഇവിടെ ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ JS Mill പറയുന്നത് റിക്കാർഡോന്റെ തിയറിയും കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെയും പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ബേസിക്കലി എന്ത് കൊണ്ടുവന്നത്, റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഈച്ച് കൺട്രീസ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ആണ് ട്രേഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് ഒരു രാജ്യം വളരെ പവർഫുൾ ആണെങ്കിൽ അവർക്ക് ഒരു കമോഡിറ്റി മാത്രമല്ല, അപ്പൊ നമ്മള് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറഞ്ഞ പോലെ ഒരു കമോഡിറ്റി മാത്രമല്ല, അവർക്ക് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ കമോഡിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ നൊട്ടേഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് രീതി വരെയാണ് നമ്മൾ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മുതലായിട്ടുള്ള കാര്യം. നമ്മളുടെ രാജ്യത്ത് ഒരുപാട്, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എ പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രൊഡക്റ്റിന് വളരെയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കൺട്രീസ് പ്രൊഡക്റ്റ് ഇസ് ഹയർ. അപ്പൊ അവരത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് നോക്കിയിട്ട് വേണം, ഇല്ലെങ്കിൽ ഒരുപാട് കമോഡിറ്റീസ് മാർക്കറ്റിൽ വെറുതെ വന്നിട്ട് കെട്ടിക്കിടക്കും. അപ്പൊ അത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലേക്ക് നയിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇല്ലാതെ കൃത്യമായി കമോഡിറ്റീസ് സ്റ്റോർ ചെയ്യാനും ഇൻകർ ചെയ്യാനുമുള്ളൊരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ ബേസിക്കലി പറയുന്നത് ഓഫർ കർവ്, റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ഓഫർ കർവ് എന്ന് പറയുന്നത്. സോ ഓഫർ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ USA ഇന്ത്യ ട്രേഡ് ചെയ്യാണ് എങ്കിൽ USA നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ. അതേപോലെ നമ്മൾ USA നിന്നും സേ ഫോർ എക്സാമ്പിൾ ഒരു 10 കമോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് USA 10 കമോഡിറ്റി എക്സ്പോർട്ട് ചെയ്തിരിക്കണം. വിച്ച് മീൻസ് നമുക്ക് ഈക്വലൈസിങ് ഫാക്ടർ വേണം. നമ്മൾ വെറുതെ ഇമ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവർക്ക് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ട് എന്താ ലാഭം, കാര്യമൊന്നുമില്ല അല്ലെ. അപ്പൊ നമ്മള് ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രണ്ട് രാജ്യങ്ങൾക്കും ഈക്വലൈസേഷൻ ആയി, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിഷ്യൽ ആയ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ട്രേഡിംഗ് പാറ്റേണിലേക്ക് പോകാൻ. അപ്പൊ ഇവിടെ വരുന്ന അസംഷൻസ് എന്താ വെച്ചാൽ, ഒന്ന് 2x2x2 മോഡലാണ്, 2 കമോഡിറ്റി, 2 രാജ്യം, 2 ടെക്നിക്സ്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതായത് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈക്രോയിൽ പഠിച്ചിട്ടുണ്ട്, അതൊരു ലോങ് റൺ തിയറിയാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബേസിക്കലി ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിനേക്കാളും കൂടുതൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിസോഴ്സസിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിനനുസരിച്ച് തന്നെ നമ്മളുടെ ഇൻപുട്ട് കോമ്പിനേഷൻ വരിക. ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഇൻപുട്സ് കൊടുത്താലും അതിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഇവിടെ ബേസിക് ആയി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലേസർ സ്പെയർ പോളിസി എന്ന് പറയുന്നതും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമില്ല. മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള ഇംപെർഫെക്ഷൻ വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്തോട്ടെ, അതിനെല്ലാം തന്നെ നമുക്ക് മാർക്കറ്റ് ഫോഴ്സസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓഫർ കർവ്. നമ്മൾ ആക്ച്വലി ഈ റെസിപ്രോക്കൽ ഡിമാൻഡിന്റെ വേറൊരു പേരാണ് ഓഫർ കർവ് എന്ന് പറയുന്നത്, ഓഫർ കർവ് പറയുന്നത്. ഇനി ഇതിൽ ബേസിക്കലി വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആബ്സെന്റ് ആണെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, പക്ഷെ അതൊരു റൂത്ത്ലെസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരിക്കലും നമുക്ക് ആബ്സെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി പുട്ട് ഫോർവേഡ് ചെയ്തത് ആൽഫ്രഡ് മാർഷലും അതേപോലെ തന്നെ എഡ്ജ്വർത്തും ചേർന്നിട്ടാണ്. ഈ റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത്
ആൽഫ്രഡ് മാർഷലും അതുപോലെ എഡ്ജ്വർത്തും കൂടെ ചേർന്നിട്ടാണ് ഇത് ബേസിക്കലി പോസ്റ്റുലേറ്റ് ചെയ്തത്. ഇത് നമ്മൾ ജനറലി പറയുന്നത് എന്താ വെച്ചാ, ഇത് നിങ്ങൾക്ക് ചോദിക്കില്ല, ഇതാണ് നമ്മുടെ കോസ്റ്റ് കർവിന്റെ പൊസിഷൻ വരുന്നത്. ഇത് ബി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഓഫർ കർവ്, ഇത് എ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഓഫർ കർവ്. അപ്പൊ ഈ ഒരു പൊസിഷനിലാണ് ഇക്വിലിബ്രിയം ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ആ പൊസിഷനിൽ ഇത് എക്സ് എന്ന് പറയുന്ന കമോഡിറ്റി ആൻഡ് ഹിയർ കംസ് യുവർ വൈ കമോഡിറ്റി. ബി എന്ന് പറഞ്ഞാൽ അവര് എയിൽ നിന്നും കമോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം കമോഡിറ്റി ഇൻ റിട്ടേൺ ഓഫർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, അവിടെ പ്ലഗ് ഇൻ ചെയ്യുന്നത്. എയുടെ കേസിൽ എന്താ, എ എന്ന് പറയുന്ന കമോഡിറ്റി ട്രേഡിംഗ് പാറ്റേണിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ എത്ര കമോഡിറ്റി ദേ ആർ റെഡി ആൻഡ് വില്ലിംഗ് ടു പ്രൊവൈഡ് എന്നുള്ളതാണ് അവിടെ ബേസിക് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈക്വലന്റ് ആയി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്പോർട്ട് ചെയ്യാനായിട്ടും സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനു ചെയ്തിട്ട് കാര്യമില്ല, ട്രേഡിംഗ് പ്രാക്ടീസസ് അല്ലെങ്കിൽ ട്രേഡിംഗ് പാത്തിലേക്ക് നമ്മൾ പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ഹൗ ദ ട്രേഡിംഗ് പ്രോസസ് ഇസ് ടേക്കിംഗ് പ്ലേസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമുക്ക് ട്രേഡിംഗ് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കണ്ടന്റ് ചെയ്യാനായി പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും എന്തായിരിക്കണം, വളരെയധികം സ്ട്രക്ചറൈസ്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ വളരെ മൊബിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രക്ചറൈസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ജനറേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് HO തിയറിയാണ്. HO തിയറി എന്ന് പറയുന്നതിന്റെ വേറൊരു പേരാണ് ജനറൽ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. സോ HO തിയറിനെ നമ്മൾ ബേസിക്കലി പല പേരുകളായിട്ടും വിളിക്കാറുണ്ട്. അതിനെ HO തിയറി, ജനറൽ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അതേപോലെ തന്നെ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ പ്രപ്പോർഷൻ തിയറി. HO theory, general theory of international trade, factor proportion theory, factor intensity theory, factor intensity theory എന്നൊക്കെ നമ്മൾ ബേസിക്കലി ഇവിടെ വിളിക്കാറുണ്ട്. ഒരു ബേസിക്കലി ഫാക്ടർ എൻഡോവ്മെന്റ്സ് ഇതൊക്കെ കീവേഡ്സ് ആണ്, കാരണം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഫാക്ടർ എൻഡോവ്മെന്റ്സിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാക്ടർ എൻഡോവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ ഓൺടർപ്രീനേഴ്സ് ഉണ്ട്, അതേപോലെ ലാൻഡ് ഉണ്ട്. നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം കമോഡിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുന്നുവോ ആ കമോഡിറ്റീസിന് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള റിട്ടേൺസ്, അതാണ് ഈ എൻഡോവ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാവുമ്പോ എല്ലാവർക്കും എന്തിനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, നമ്മുടെ ഇവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ടും. കാരണം നമ്മൾ അവർക്ക് സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻസ്, ലേബറേഴ്സ് ആണെങ്കിലും അവർക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അവർക്കും ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ദേ വോണ്ട് ബി ഇൻട്രസ്റ്റഡ് ടു വർക്ക്. അപ്പൊ അവർക്കും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇതൊരു ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. നമുക്കറിയാം ബേസിക്കലി 2 ടൈപ്സ് ഓഫ് അനാലിസിസ് ആണുള്ളത്. ഒന്ന് പാർഷ്യൽ ഇക്വിലിബ്രിയം, രണ്ട് ജനറൽ ഇക്വിലിബ്രിയം. പാർഷ്യൽ ഇക്വിലിബ്രിയം പറഞ്ഞാൽ when a portion of the economy is being taken, ഒരു പെർട്ടിക്കുലർ ഭാഗം അല്ലെങ്കിൽ പെർട്ടിക്കുലർ പോർഷൻ മാത്രമാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ there comes partial equilibrium. ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളെ എക്കോണമി ആസ് എ ഹോൾ ഒരു മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സിനാണ് നമ്മൾ എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ജനറൽ ഇക്വിലിബ്രിയം നൊട്ടേഷൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക്കലി വരുന്ന എന്താണ്, നമുക്കൊരു ഇന്റർ റീജിയണൽ ട്രേഡിംഗ് പാറ്റേൺസ് ആണ് വേണ്ടത്. അതായത് റീജിയൻസ് ഐഡന്റിഫൈ ചെയ്യണം, ഏതൊക്കെ പെർട്ടിക്കുലർ ഏരിയയിലാണ് നമുക്ക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആവശ്യമായിട്ടുള്ളത്. ആ പെർട്ടിക്കുലർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റി മുഖാന്തരം ഓവറോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഡെവലപ്ഡ് ആകുന്നുണ്ടോ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണോ നമ്മുടെ രാജ്യത്ത് അത് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഫാക്ടേഴ്സിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും പറ്റും. സോ ഡിമാൻഡ് ആസ് വെൽ ആസ് സപ്ലൈ ഫാക്ടർ മാർക്കറ്റില് ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് കടക്കുമ്പോൾ
ഡിമാൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇതൊരു ലോങ് റൺ തിയറിയാണ്. ബേസിക്കലി ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എല്ലാം ലോങ് റൺ കോൺസെപ്റ്റുകളാണ്. അതായത് ലോങ് റണ്ണിൽ ഒരു രാജ്യത്തിൽ എന്തെല്ലാമാണ് അച്ചീവ് ചെയ്യാനായി പോകുന്നത്, അല്ലെ ലോങ് റൺ കോൺസെപ്റ്റ്സിൽ എന്തിനെല്ലാമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മുതലായ കാര്യങ്ങളാണ് HO തിയറം പോസ്റ്റുലേറ്റ് ചെയ്ത് തരുന്നത്. ഇവിടെ ബേസിക്കലി പറയുന്നത് ഫാക്ടർ പ്രൈസസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്റെ ബേസിസിലാണ്. അതായത് ഇപ്പം നല്ല പോലെ നമുക്ക് കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലേബർ ആണെങ്കിൽ ആ ലേബറിന് ഒരുപാട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഒരുപാട് ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഇല്ല. കാരണം ആ ലേബർ വളരെ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ലേബർ ആണ്, നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ളവരാണ്. സോ ദർ വോണ്ട് ബി എനി പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം എഫിഷ്യന്റ് ആയി ലേബറേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം എഫിഷ്യന്റ് ആയി ലേബറേഴ്സിന് ഓരോ കമോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് ക്ലാസിക്കൽസ് ആണെങ്കിൽ അവരെപ്പോഴും ലേബറേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്ലാസിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ മുതലായവര് ലേബർ പേയ്മെന്റ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ HO തിയറി ഫാക്ടർ എൻഡോമെന്റ്സിനാണ്. ലേബറിന് മാത്രമല്ല നമ്മൾ പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ വേരിയസ് എമൗണ്ട് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ലേബർ ഉണ്ട്, ലാൻഡ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ അവർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ലെവൽ ഓഫ് റെപ്രസെന്റേഷൻ കൊടുക്കണം. അല്ലാതെ ലേബറിന് മാത്രം അല്ലെ ക്യാപിറ്റലിന് മാത്രം അല്ലെ ഓണ്ടർപ്രീനറിന് മാത്രം അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ രാജ്യത്തെ കൺസിഡറേഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഡിഫറെന്റ് റീജിയൻസിന് ഡിഫറെന്റ് സോർട്സ് ഓഫ് ഫാക്ടർ എൻഡോമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു പെർട്ടിക്കുലർ രാജ്യം ഡെവലപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു പെർട്ടിക്കുലർ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദെയർ ആർ സർട്ടൻ ലെവൽസ് ഓഫ് ഡിഫറൻസസ്. സോ അതെങ്ങനെയാണ്, അതിന്റെ ഫാക്ടർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇനി നമ്മൾ HO തിയറിയുടെ അസംഷൻസ് എപ്പോഴും നിരത്തി പിടിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മേഖലയാണ് HO തിയറിയുടെ അസംഷൻസ് എന്ന് പറയുന്നത്. സോ HO തിയറിക്ക് ആക്ച്വലി ഒരുപാട് അസംഷൻസ് ഒന്നുമില്ല, 4 അസംഷൻസ് മാത്രമാണ് HO തിയറിക്ക് ഉള്ളത്. സോ HO തിയറിയുടെ അസംഷൻ അതൊരു 2x2x2 മോഡലാണ് വരുന്നത്. 2 രാജ്യം, 2 കമോഡിറ്റി, 2 പ്രൊഡക്ഷൻ ടെക്നിക്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നതാണ് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഡിമാൻഡ് ഫോർ ദ കമോഡിറ്റി ഈക്വൽ സപ്ലൈ ഫോർ ദി കമോഡിറ്റി ആയിരിക്കും. നമ്മൾ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവേണിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഡിമാൻഡിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഡിമാൻഡിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫാക്ടർ എൻഡോമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇവർക്കെല്ലാം കൃത്യമായ റിട്ടേൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അവര് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യില്ല. അപ്പൊ ഇവര് HO തിയറത്തില് ബേസിക് ആയിട്ട് അവർ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്, കാരണം HO തിയറത്തിനെ ക്രോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലിയോൺടിഫ് പാരഡോക്സ് വരുന്നത്. സോ HO തിയറത്തില് ബേസിക് ആയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു A എന്ന് പറയുന്ന രാജ്യമുണ്ട്. A എന്ന് പറയുന്ന രാജ്യം ലേബറിലാണ് അല്ലെ ലേബർ ഇന്റൻസീവ് ഗുഡ് ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിലാണ് അവർ കൂടുതൽ ടാബുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം, ലേബർ ഇന്റൻസീവ് ഗുഡ് എക്സ്പോർട്ട് ചെയ്യണം. അതായത് ഏത് പെർട്ടിക്കുലർ കൺട്രി ആണോ അവരുടെ പെർട്ടിക്കുലർ ആയ ഒരു റിസോഴ്സസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരത് ടൈപ്പ് ഓഫ് ഗുഡ്സ്, കാരണം അവർക്ക് സുലഭമായി അവൈലബിൾ ആകുന്നത് തങ്ങളുടെ രാജ്യത്തെ ലേബറേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ലേബർ ഇന്റൻസീവ് എന്ന് പറയുന്നത്, ലേബേഴ്സിനെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യുന്ന ഏരിയ. അപ്പൊ അവർക്ക് ലേബറേഴ്സ് കൂടുതൽ അവൈലബിൾ ആണ്. സോ ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവര് ലേബേഴ്സിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൂടുതലായി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർക്ക് വളരെ എഫിഷ്യന്റ് ആയിരിക്കും, കാരണം അവർക്ക് കോസ്റ്റ് അത്രത്തോളം ഇൻകർ ചെയ്യില്ല, വീണ്ടും വീണ്ടും ക്യാപിറ്റൽ ഏൺ ചെയ്യേണ്ട ബുദ്ധിമുട്ടോ ഒന്നും അവർക്ക് വരുന്നില്ല. അപ്പൊ ലേബർ ഇന്റൻസീവിന്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അവര് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിലാണ് ബെനിഫിഷ്യൽ എങ്കിൽ അവര് ബേസിക്കലി എന്ത് ചെയ്യുക, അവര് ലേബറേഴ്സിനെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യുക, ലേബർ ഇന്റൻസീവ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുക. ഏതിലാണോ അവർക്ക് സ്കാർസിറ്റി ഉള്ളത്, അപ്പം രണ്ടും പറ്റില്ല, അവർക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ട്സിൽ അത്ര എഫിഷ്യന്റ് ആയിരിക്കില്ല.
അപ്പൊ അവർ ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഇങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു 1 എന്നാണ്. അതായത് ഡിമാൻഡ് സപ്ലൈ ഫാക്ടർ എന്ന് പറയുന്നത് നോർമലി ഇക്വിലിബ്രിയം ആയിരിക്കും. സോ ആസ് എ റിസൾട്ട് ദർ വോണ്ട് ബി എനി പെർട്ടിക്കുലർ പ്രോബ്ലം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ HO തിയറം. ഫാക്ടർ എൻഡോമെന്റ്സിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതേപോലെ തന്നെ അവര് ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിന്റെ മേലെ വളരെ എഫിഷ്യന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കിന്റെ മേലെ അവർ വളരെ എഫിഷ്യന്റ് ആണെങ്കിൽ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും വേണം. അത്ര മാത്രമാണ് അവിടെ ജനറേറ്റ് ചെയ്ത് പറയുന്നത്. HO തിയറി ഒരു ജനറൽ ഇക്വിലിബ്രിയം തിയറിയാണ്. അതുപോലെ തന്നെ അവർ CS നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ. അവര് CS പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതിലാണോ നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെ നമുക്ക് പൊട്ടൻഷ്യാലിറ്റി ഉള്ളത്, ആ കമോഡിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ കൺസേൺ കൊടുക്കുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ നമ്മൾ പാറ്റേൺ കൊടുത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചത് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ കുറച്ച് തിയറീസ് ആണ്. ഫസ്റ്റ് വൺ മെർക്കന്റലിസം. മെർക്കന്റലിസം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കീവേഡ് ആണ് ഗോൾഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ കംസ് ആഡം സ്മിത്ത് തിയറി. ആഡം സ്മിത്തിന്റെ തിയറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഓഫ് റിസോഴ്സസിനും ഡിവിഷൻ ഓഫ് ലേബറിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കമ്പാരറ്റീവ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ലേബറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ അസൈൻ ചെയ്തു കൊടുക്കുക. കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോന്റെയാണ്. അസംപ്ഷൻസ് വരുമ്പോൾ 2 country 2 goods, size of A equal size of B, perfect mobility, payment for all factors of production, perfect competition ആണ്. മെർക്കന്റലിസം വരുമ്പോൾ നമ്മൾ പറഞ്ഞു സ്മിത്ത് ആണ് ബേസിക്കലി മെർക്കന്റലിസ്റ്റുകൾ എന്നാണ് പറയുക. ശരിക്കും മെർക്കന്റലിസ്റ്റുകൾ കഴിഞ്ഞിട്ട് ഫിസിയോക്രാറ്റിക് സ്കൂൾ ഉണ്ട്. അവർ ലാൻഡിന്റെ റെന്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷെ നിങ്ങൾക്ക് ഫിസിയോക്രാറ്റിക് സ്കൂൾസ് പഠിക്കാനില്ല. പിന്നെ നമ്മൾ പഠിച്ചത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയാണ്. സ്മിത്ത് 1776 ഡിവിഷൻ ഓഫ് ലേബർ. വെന്റിഫോർ സർപ്ലസ് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കീവേഡ് ആണ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അടുത്തത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ഒരു രാജ്യം 2 കമോഡിറ്റീസിന്റെ മേലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഏത് കമോഡിറ്റിയിലാണ് അവർക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡ് ഇൻഡിഫറൻസ് കർവ് ലിയോൺടെഫ് ആൻഡ് ലെയണർ ആണ് കൊണ്ടുവന്നത്. ജെയ് മീഡിന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട് ജിയോമെട്രി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. എത്ര ഇമ്പോർട്ട് ആൻഡ് എത്ര എക്സ്പോർട്ട് ആക്ടിവിറ്റീസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ട്രേഡ് ഇൻഡിഫറൻസ് കർവിൽ വരുന്നത്. ന്യൂ ക്ലാസിക്കൽ തിയറി 2 രീതിയിലുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും റെസിപ്രോക്കൽ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹാബർലർ, ഗോഡ്ഫ്രെഡ് ഹാബർലർ ആണ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിന്റെ അതേ പെർട്ടിക്കുലർ നോഷൻ വെച്ച് തന്നെയാണ് അവർ മൊബിലൈസ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണെങ്കിൽ ട്രേഡ് തിയറീസിൽ 3 തരത്തിൽ, അതിൽ ഡിക്രീസിങ് ആരാ കൊണ്ടുവന്നതെന്ന് ചോദിക്കാറുണ്ട്, പല എക്സാംസിനും കണ്ടിട്ടുണ്ട്. അത് കിൻഡിൽ ബർഗർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. റെസിപ്രോക്കൽ ഡിമാൻഡ് തിയറി പറയുന്നത് JS മില്ലാണ് കൊണ്ടുവന്നത്. റിക്കാർഡോന്റെയും കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് റിക്കാർഡോന്റെ അതേപോലെ തന്നെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി വന്നിട്ടുള്ളത്. ഒരു രാജ്യം തങ്ങളുടെ സ്ട്രെങ്ത് അതേപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ നൊട്ടേഷനിൽ വേണം മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ എന്നാണ് ഈ തിയറി പറയുന്നത്. റെസിപ്രോക്കൽ ഡിമാൻഡിന്റെ വേറൊരു പേരാണ് ഓഫർ കർവ്. വാട്ട് ദേ ആർ വില്ലിംഗ് അല്ലെങ്കിൽ വാട്ട് ദേ ആർ റെഡി ടു പ്രൊവൈഡ് ഇൻ എക്സ്പോർട്ട് ഫോർ എ പെർട്ടിക്കുലർ കമോഡിറ്റി. എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഇമ്പോർട്ട് എത്ര അവർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് അവിടെ ബേസിക് ആയിട്ട് പറയുന്നത്. അസംഷൻസ് പഠിച്ചു. ഓഫർ കർവ് എന്ന് പറയുമ്പോൾ ഓഫർ കർവ് ഓഫ് എയും ഓഫർ കർവ് ഓഫ് ബിയും ഞാൻ 10 കമോഡിറ്റി നിങ്ങളുടെ രാജ്യത്ത് നിന്ന് എടുക്കാം, 10 കമോഡിറ്റി നിങ്ങൾ എന്റെ രാജ്യത്ത് നിന്ന് എടുക്കണം. സോ ദർ ഇസ് എ ട്രേഡിംഗ് റിലേഷൻ പാറ്റേൺ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചത് HO തിയറിയാണ്. HO തിയറിന്റെ പേരുകൾ പഠിച്ചു വെക്കുക, കാരണം നിർത്തിപ്പിടിച്ച് ഈ പേരുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫാക്ടർ എൻഡോമെന്റ് നമ്മൾ പറഞ്ഞു, ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം പ്രൊസസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇതൊരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് വരുന്നത്. ലോങ് റൺ തിയറി ആണ്. ട്രേഡിംഗ് സെക്ടർ അല്ലെങ്കിൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. 2x2x2 മോഡലാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ടേസ്റ്റ് പ്രിഫറൻസസ് റിമെയിൻസ് കൺസിസ്റ്റന്റ്. അതേപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടർ ഈക്വൽ ആണ്. ഒരു രാജ്യം എപ്പോഴാണോ ഏതൊരു പെർട്ടിക്കുലർ കമോഡിറ്റിയിലാണോ കൂടുതലായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ എഫിഷ്യന്റ് ആയിട്ടുള്ളത്, അവർ ബേസിക്കലി എന്ത് ചെയ്യണം, ആ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഏതിലാണോ അവർ എഫിഷ്യന്റ് ആയിട്ടുള്ളത് അതിൽ തന്നെ ആയിരിക്കണം എപ്പോഴും എന്ത് ചെയ്യുന്നത്, അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അവർ ആ പെർട്ടിക്കുലർ ലെവൽ ഓഫ് കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക,